കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങൾ 2017 ജനുവരി 28 മുതൽ 31 വരെ. അടുത്തിടെ ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ ആനുവൽ തിയേറ്റർ ലെവൽ എക്സസൈസ് ട്രോപെക്സ്. അടുത്തിടെ US കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യൻ യോഗാ രീതി സൂര്യനമസ്കാരം. അമേരിക്കൻ ഫോറിൻ പോളിസി മാഗസിന്റെ കണക്ക് പ്രകാരം ലോകത്തിലെ കരുത്തരായ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 6. ഒന്നാം സ്ഥാനം അമേരിക്ക. നളന്ദ സർവകലാശാലയുടെ പുതിയ ചാൻസലർ ഡോക്ടർ വിജയ് ഭട്കർ. മേഘാലയയുടെ പുതിയ ഗവർണറായി അധിക ചുമതല ലഭിച്ചത് ബൻവാരിലാൽ പുരോഹിത്. അരുണാചൽ പ്രദേശിന്റെ ഗവർണറായി അധിക ചുമതല ലഭിച്ചത് PB ആചാര്യ. ലോകത്തിൽ ആദ്യമായി സ്ഥിരതയുള്ള സെമി സിന്തറ്റിക് ഏകകോശ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത് ദ സ്ക്രിപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് TSRI USA. അടുത്തിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട താരങ്ങൾ ഡേവിഡ് ബൂൺ, മാത്യു ഹേഡൻ, ബെറ്റി വിൽസൺ. GSLV Mk3യുടെ വിക്ഷേപണത്തിനു വേണ്ടി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത് പരീക്ഷണം നടത്തിയ ക്രയോജനിക് എൻജിൻ C-25. അടുത്തിടെ മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരത്തിന് അർഹരായവർ കുരീപ്പുഴ ശ്രീകുമാർ, NP രാജേന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം നിലവിൽ വന്ന നഗരം മൈസൂർ. അടുത്തിടെ ശിശുമരണ നിരക്ക് പരിശോധിക്കുന്നതിനായി ദുലാരി കന്യാ സ്കീം ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്തിടെ ഉസൈൻ ബോൾട്ടിന് 2008 ബീജിംഗ് ഒളിമ്പിക് റിലേയിൽ 4x100 മീറ്റർ സ്വർണം നഷ്ടമായത് ഏത് സഹതാരത്തിന്റെ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്നാണ്? നെസ്റ്റ കാർട്ടർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ സ്ഥാപിതമാകുന്ന സ്ഥലം ഹുബ്ബളി, ബംഗളൂരു. അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ അമേരിക്കൻ ഉത്തം ധില്ലൻ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ ബ്രിട്ടീഷ് നടൻ ജോൺ ഹർട്ട്. 2017 പൾസ് പോളിയോ പ്രോഗ്രാം രാജ്യവ്യാപകമായി ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജി. 2020-2024 ഒളിമ്പിക് മത്സരങ്ങളിൽ ഇന്ത്യയിൽ നിന്നും മെഡൽ ജേതാക്കളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പുനഃസംഘടിപ്പിച്ച ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം കമ്മിറ്റിയുടെ തലവൻ അഭിനവ് ബിന്ദ്ര. അടുത്തിടെ കർഷകരുടെ രക്തസാക്ഷി ദിനം ആചരിച്ച ഇന്ത്യൻ സംസ്ഥാനം ആസാം. മുസ്ലിം മതത്തിൽപ്പെടാത്തവർക്ക് വേണ്ടി വ്യക്തി നിയമന പിന്തുടർച്ച അവകാശ കോടതി പേഴ്സണൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻഹെറിറ്റൻസ് കോർട്ട് സ്ഥാപിതമാകുന്നത് അബുദാബി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഫ്രഞ്ച് നായിക ഇമ്മാനുവൽ റിവ. പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാരുടെ യഥാർത്ഥ ലൊക്കേഷനുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബീറ്റ് മാർഷൽ മോണിറ്ററിംഗ് മൊബൈൽ ആപ്പ് ആരംഭിച്ചത് പൂനെ സിറ്റി പോലീസ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട അനിമേറ്റഡ് കഥാപാത്രം ഗോകു. ഡ്രാഗൺ ബോൾസ് Z എന്ന ജാപ്പനീസ് അനിമേറ്റഡ് സീരീസിലെ കഥാപാത്രം. ഇന്ത്യയിൽ ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾ പ്രാബല്യത്തിൽ വരുന്നത് 2017 ഏപ്രിൽ 1 മുതൽ. 29ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയൻ. പ്രമേയം ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റ്. അടുത്തിടെ സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയത് PV സിന്ധു വനിതാ വിഭാഗം, സമീർ വർമ്മ പുരുഷ വിഭാഗം.
ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം. ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം, കൊൽക്കത്ത. പട്ടാളക്കാർക്ക് അവരുടെ പരാതികൾ നേരിട്ട് കരസേനാ മേധാവിയെ അറിയിക്കാനായി ആരംഭിച്ച വാട്സ്ആപ്പ് നമ്പർ 9643300008. വിക്ഷേപണത്തിനു മുമ്പുള്ള പരീക്ഷണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് 3 ബഹിരാകാശ യാത്രികരുടെ മരണത്തിന് ഇടയാക്കിയ ഏത് വാഹനത്തിന്റെ 50ാം വാർഷികമാണ് നാസ 2017 സ്മരിച്ചത്? അപ്പോളോ 1. അടുത്തിടെ ഒരു ഓവറിൽ 6 പന്തിലും വിക്കറ്റ് നേടുക എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ ക്ലബ് ക്രിക്കറ്റ് താരം അലഡ് കാരി ഗോൾഡൻ പോയിന്റ് ക്രിക്കറ്റ് ക്ലബ് 2016 വിശ്വസുന്ദരി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറിസ് മിറ്റേനേർ, ഫ്രാൻസ്. 2017 കുഷ്ഠരോഗ നിവാരണ ദിനത്തിൽ ജനുവരി 30 രാജ്യവ്യാപകമായി ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി സ്പാർഷ് ലെപ്രസി അവയർനെസ് ക്യാമ്പയിൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകനും മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വ്യക്തി ദേവ്ദത്ത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസിഡർ ആയി നിയമിതനായത് അശോക് അമൃത്രാജ്. അടുത്തിടെ സുപ്രീം കോടതി നിയമിച്ച BCCI 4-അംഗ ഭരണസമിതി തലവൻ വിനോദ് റായ്. മറ്റ് അംഗങ്ങൾ രാമചന്ദ്ര ഗുഹ, വിക്രം ലിമായെ, ഡയാന എഡുൽജി. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ദുഷ്യന്ത് ചൗട്ടാല. ലോകത്തിൽ ആദ്യമായി ഡിജിറ്റൽ അംബാസിഡറിനെ നിയമിക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. 14 നിരീക്ഷണ കപ്പലുകൾ നിർമ്മിച്ച് നൽകുന്നതിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായി 916 കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടത് റിലയൻസ് ഡിഫൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ താൽക്കാലിക മാനേജിംഗ് ഡയറക്ടർ ആയി നിയമിതനായത് AP സിംഗ്. ഓസ്ട്രേലിയൻ ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് സൂസൻ കീഫൽ. ഏഷ്യാനെറ്റ് ന്യൂസ് ഏർപ്പെടുത്തിയ പ്രഥമ TN ഗോപകുമാർ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MR രാജഗോപാൽ. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.